കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ, വ്യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ. ആയാറിൽ നീ കണ്ടിടും ദൂതാസേനകളെ, അവരുടെ നടുവിൽ എൻ പ്രിയനെ കാണാം മേഘത്തിൽ. കഷ്ടതയോ പല പട്ടിണിയോ ഉണ്ടായിടട്ടെ, പ്രതിഫലമേറ്റം പെരുകിടും ബാഘാവാസികളെ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. പ്രതികൂലത്തിൻ കാറ്റുകളാൽ ക്ഷീണിച്ചിടരുതേ, മശിഹാരാജൻ നിൻ കൂടെ ബോട്ടിൽ ഉണ്ടല്ലോ. ഹാലലുയ്യ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസത്തിലേക്ക് പ്രവേശിപ്പാനും തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, 12-ാമത്തെ മാസത്തിൻ്റെ 8 ദിവസക്കാലം ഞങ്ങളെ അത്ഭുതവും അതിശയമായി നടത്തി. വീണ്ടും 9-ാമത്തെ ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. നാഥാ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയെ കൂടാതെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. ആ സ്നേഹവും സാന്നിധ്യവും മതി കർത്താവേ. ഇന്നുവരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ കരം പിടിച്ച് നടത്തിയ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, 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 സ്തോത്രം. നന്ദി പിതാവേ. ഈ സമയത്ത് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി കടന്നു വരട്ടെ. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്ന കർത്താവ്, ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഞരക്കങ്ങളെപ്പോലും അറിയാവുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ കരുണ തോന്നണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങളുടെ ഉപജീവന മാർഗമെല്ലാം തമ്പുരാൻ്റെ പാദപീഠത്തിലോട്ട് ഏൽപ്പിച്ചു തരികയാണ്. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന്, അതോടുകൂടി ഇതൊക്കെ നൽകിത്തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. ഞങ്ങൾ അറിയുന്നതിന് മുൻപേ ഞങ്ങളെ അറിയുന്ന കർത്താവ്, ഹല്ലേലൂയ. ഞങ്ങൾ അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നുവരെ ഞങ്ങളെ നടത്തി ദൈവം വീണ്ടും നടത്തുവാൻ സർവ്വശക്തനായ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥാ, അങ്ങയുടെ മുഖം നോക്കിയവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ല. അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. എൻ്റെ അപ്പൻ അവിടുന്ന് ഞങ്ങളെ ഉള്ളതുപോലെ അറിഞ്ഞ് സഹായിക്കും, നിശ്ചയമായും മാനിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയം ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ അപ്പാ, ഞങ്ങൾക്ക് അവിടുത്തെ വിലയേറിയ മഹത്വം കാണുവാൻ സഹായിക്കുമാറാകണം. ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണേ. ജയത്തോടെ അവരെ നടത്തണമേ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കുക കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ അവരോട് കൂടെയിരിക്കണം. ജയത്തോടെ അവരെ നടത്തണം. പ്രത്യേകിച്ച് BSc നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT, IELTS പഠിക്കുന്നവർ, മറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് എക്സാമിനായി കാത്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ പരീക്ഷകളിലും കൂടെയിരിക്കണമേ. ജയകരമായ നല്ല ഹല്ലേലൂയ കർത്താവേ, റിസൾട്ട് അവർക്ക് നൽകി അവരാഗ്രഹിച്ച സ്ഥാനത്ത് കടന്നു പോകുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം സകല വഴിയും തുറന്നു നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗം അങ്ങനെ ചെയ്യും. ഞങ്ങളെ മാനിക്കും, നിശ്ചയമായും അനുഗ്രഹിക്കും. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ, തലമുറകളെ അനുഗ്രഹിച്ച ദൈവം, ഞങ്ങളുടെ പൂർവന്മാരെ അനുഗ്രഹിച്ച ദൈവം, ഞങ്ങളുടെ മാതാപിതാക്കളെ കരുതിയ ദൈവം, ഞങ്ങളെയും കരുതിയ ദൈവം, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി കരുതും. നിശ്ചയമായും ഞങ്ങളത് മാനിച്ച് ഹല്ലേലൂയ ഞങ്ങളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങേ മാനിക്കുന്നവരെ അങ്ങ് മാനിക്കും. ദൈവത്തിന് സ്തോത്രം കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന എല്ലാ മക്കൾക്കും അവിടുത്തെ ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണം. പഠിക്കാൻ അവരെ സഹായിക്കണം. ക്ഷീണം ഭാരം മാറ്റണം. ബലഹീനതകൾക്ക് തുണനിൽക്കുന്ന കർത്താവ് അലസതയും മടിയും മന്ദതയും ഉറക്കവും ഒക്കെ മാറ്റിക്കൊണ്ട് ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ, ബുദ്ധിയോടെ, ഉത്തരവാദിത്വ ബോധത്തോടെ പഠിക്കുവാനും പരീക്ഷ എഴുതുവാനും നല്ല മാർക്കോടെ വിജയിപ്പാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. സ്വർഗത്തിലെ ദൈവം അവരെ ഏറ്റെടുത്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ജോലി ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ബലത്തോടെ കാത്തുകൊള്ളണമേ കർത്താവ്. ബുദ്ധിജ്ഞാനവും കർത്താവ് കൊടുക്കണം. യാതൊരു കൈപ്പിഴയും കൂടെ അതെല്ലാം ചെയ്തെടുപ്പാൻ
ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിൽ തുറന്നു കൊടുത്ത് പൈതങ്ങളെ മാനിച്ചു കൊള്ളുമാറാകണം. ശത്രു കാണാതവണ്ണം മറച്ചു കൊള്ളുമാറാകണം. കാൽവരി രക്തക്കോട്ടകളിൽ എല്ലാ മക്കളെയും കർത്താവ് മുദ്രയിട്ട് സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവേ. സമാധാനത്തോടും സന്തോഷത്തോടും ജീവിപ്പാൻ സഹായിക്കുന്ന ദൈവമേ, വീണ്ടും അവരെ കരുതിക്കൊള്ളണമേ. സമാധാനമില്ലാത്ത കുടുംബജീവിതങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. പ്രത്യേകിച്ച് വിവാഹപ്രായമായ മക്കളെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, തക്ക തുണയെ ഒരുക്കണം, അവരുടെ വിവാഹം നടക്കാൻ പിന്നെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ കർത്താവ് അനുഗ്രഹിക്കണമേ, തലമുറകളെ നൽകി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിക്കണേ, മാസം തികയോളം കൂടെയിരിക്കണേ, സുഖപ്രസവം നൽകണേ, മൂലമില്ലാത്ത തലമുറ കണ്ട് സന്തോഷിപ്പാൻ ഭാഗ്യം ഒരുക്കണമേ കർത്താവ്. ദൈവമായ കർത്താവ്, കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കും. നിശ്ചയമായും തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കും. അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഭവനമില്ലാത്ത മക്കളെ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ എൻ്റെ കർത്താവേ, എന്നിവർക്ക് സ്വന്തമായി തലചായ്പാൻ ഭവനം ഒരുക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെയൊക്കെ മാനിച്ച ദൈവമാണ്, ഞങ്ങളുടെ ആവശ്യം ആഗ്രഹം കരുതിയ ദൈവം തൻ്റെ മക്കളെയും മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഒന്നിനും കുറവില്ലല്ലോ. ധനവും മാനവും പുരാതന സമ്പത്തും എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. നീ വാരിപത്രി ദാനം ചെയ്യുന്ന ദൈവമാകിയാൽ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധാനം കടന്നു വരുന്ന ഓരോ മക്കൾക്കും അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഭവനം പണിയുന്ന മക്കളുണ്ടപ്പാ, നീ അവരെ അനുഗ്രഹിക്കണമേ. പണി പൂർത്തീകരിച്ച് അതിൽ പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ ആമേൻ കർത്താവെ, വിശ്വസ്തരായവരെ ബുദ്ധിയുള്ളവരെ ഒരുക്കി ആമേന ഭവനത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗത്തിൻ്റെ മേലും കർത്താപ്പച്ചൻ്റെ കരം വയ്ക്കണം, വാഴ്ത്തി അനുഗ്രഹിക്കണം, വലിയൊരു ശേഷിപ്പ് നൽകണം. ആരുടെയും മുമ്പിൽ തലകുനിക്കാതെ സ്വർഗം വേണ്ടുന്നത് കരുതി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. ചെറുതും വലുതുമായ ബിസിനസ്സിനെയും അനുഗ്രഹിക്കണം. ഓരോ മക്കളുടെയും പോക്കലും വരവിലും വാഹനത്തിലും വഴിയിലും കർത്താവ് കൂടിയെന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക കർത്താവ്. ഓരോ വാഹനത്തിലും കർത്താവിൻ്റെ കരം ചേർത്ത് പിടിക്കണം. വഴിമധ്യേ ഒരു ഭാരമോ പ്രയാസമോ ഉണ്ടാകാൻ അനുവദിക്കാതെ ആപത്തനത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ മക്കളെ കരുണയോടെ ഓർത്ത് വേണ്ടുന്നത് കൊടുത്ത് പോഷിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഇടയാക്കണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ദൈവമേ, ഹല്ലേലൂയ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. എൻ്റെ ദൈവം ഓരോ മക്കളെയും അനുഗ്രഹിച്ച പുതിയ നന്മകളാൽ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവ്, നാടും വീടും വിട്ട് വിദേശ രാജ്യത്തൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്വർഗം കാണുന്നതിലാണ് പെണ്ണുമായ മക്കളെ കർത്താവ് കാത്തുകൊള്ളണമേ. ശത്രു ആരെയും കാണല്ലേ, ദുഷ്ടപിശാച് ഒരു കുഞ്ഞുങ്ങളെയും തുടരുതേ, കാൽവരി രക്തത്താൽ മുദ്ര വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. വരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെടുവാൻ അനുവദിക്കാതെ സ്വർഗ്ഗം വരെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാപ്പാ. സ്തോത്രം 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 കർത്താവേ. കർത്താവേ, പലവിധ നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഓരോ മക്കളെയും മാനിക്കണം. നീ ശത്രുക്കളുടെ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവമാണ്. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കുന്ന ദൈവമാണ്. നന്മയും കരുണയും ആയുഷ്കാലം മുഴുവൻ തൻ്റെ മക്കളെ പിന്തുടരുന്നിടത്ത് വചനമാണ്. ഈ വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ കടന്നു വരികയാണ്. ഓരോ വ്യക്തി ജീവിതങ്ങളുടെ പേരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പരിവർത്തിച്ച് അവരാഗ്രഹിക്കുന്ന വിഷയത്തിന്മേലൊക്കെയും മറുപടി കണ്ട് ഈ നല്ല കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സാക്ഷീകരിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദന വിഷയം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ്, വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്ന കർത്താവ്, ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ടപ്പാ. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സൗഖ്യം കാത്ത് കിടക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ കരുണയുടെ കരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ക്രിയാറ്റിനും യൂറിക് ആസിഡും ഉള്ളവർ കർത്താവെ സ്തോത്രം സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ മുഴിയാലൊക്കെ ഭാരമുള്ളവർ, ദൈവമായ കർത്താവെ സ്തോത്രം 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 സ്തോത്രം. എല്ലാ മക്കളെയും നീ കാണുന്ന ദൈവമാകിയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രോഗിക്ക് നല്ല വൈദ്യനായ ദൈവമേ, മരുന്നും വൈദ്യനുമായ കർത്താവേ, ഓരോ മക്കളുടെ മേലും പൊന്നുകരം വയ്ക്കണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. ശരീരമാസകലം നീർക്കെട്ടും വേദനയുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുകയാ. തമ്പുരാനെ പൊന്നുകരം വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം 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 കർത്താവേ. അങ്ങയുടെ ദൃശ്യമാർന്ന കരം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുടി നാരുമിൽ നഖം വരെ തൊടുന്ന കർത്താവ് അവിടുന്ന്. ഡോക്ടർമാർ, വലിയ ഡോക്ടർ അവിടുന്ന്.
കേടുപാടുകളെ അറിയാവുന്ന കർത്താവ് അവിടുന്ന്, അത് പൂർണ്ണമായി നീക്കിത്തരുവാൻ കഴിവുള്ള ദൈവം അവിടുന്ന് ആകിയാൽ സ്തോത്രം, സ്തോത്രം. കർത്താവേ, തൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാത്ത ഒരുപാട് ജീവിതങ്ങളുണ്ട് കർത്താവേ. രാത്രികാലം നന്നായി ഉറങ്ങുവാനൊക്കെ സഹായിക്കണമേ കർത്താവേ. സ്തോത്രം, സ്തോത്രം. ഓപ്പറേഷന് വിധേയപ്പെടുന്ന ജീവിതങ്ങളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ജീവിതങ്ങളുണ്ട്, ആശുപത്രി മുറികളിലായിരിക്കുന്നവർ, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട് കർത്താവേ. മനസ്സലിയണമേ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഓപ്പറേഷനായി വിധേയപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാണ്. തമ്പുരാൻ്റെ അദൃശ്യമാർന്ന കരം ചേർത്ത് പിടിച്ചുകൊള്ളണം. യാതൊരുവിധ ഭാരമോ പ്രയാസമോ ഉണ്ടാകാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ കരം ചേർത്ത് പിടിച്ചുകൊള്ളണം. സുഖകരമായി ഓപ്പറേഷനൊക്കെയും ഹല്ലേലൂയ കഴിഞ്ഞ് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ച് ഭവനത്തിലെത്തുവാൻ, കാഴ്ചയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ ചുറ്റുപാട്, ഞങ്ങളുടെ അയൽ കുടുംബങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ പേരുപേരായി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം, സഹായിക്കണം, സൂക്ഷിക്കണം. സുവിശേഷ വേലകളെ, വേലക്കാരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണം. ഓരോ മക്കളും കർത്താവെ അർപ്പണാബോധത്തോടെ, വിശ്വസ്തയോടെ, ദൈവകൃപയോടെ സകല കാര്യങ്ങളും ചെയ്തെടുപ്പാൻ എല്ലാ മക്കളെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ തരണം. പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന പകൽക്കാലമാക്കി തീർക്കണം. ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണം. അനാഥരെ, വിധവകളെ കാത്തുകൊള്ളണം. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണം. യുവതിവാക്കന്മാരെ സംരക്ഷിക്കുമാറാകണം. സ്തോത്രം. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.